സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഇന്ന് 18ഉം 20ഉം വയസ്സുള്ളവർ, 25ഉം 30ഉം വയസ്സുള്ളവർ അവരതാ പിന്നീട് വലിയ വലിയ കോടീശ്വരന്മാരാകുന്നു. ബാംഗ്ലൂരിലും ബോംബെയിലും ഗൾഫിലും യുഎയിലുമൊക്കെ പോയിട്ട് വലിയ വലിയ സമ്പന്നരായിത്തീരും. വലിയ സമ്പന്നരായിത്തീരുമ്പോൾ പലരും നേരത്തെയുള്ള ജീവിതം മറക്കും, അള്ളാഹുവിനെ മറക്കും. പിന്നൊരു ദിക്റിന്റെ മജ്ലിസിന് വരാൻ സമയം കിട്ടൂല, ഒരു വഅദിന് വരാൻ സമയം കിട്ടൂല, ഇതുപോലത്തെ ഒരു മജ്ലിസിലും അവരെ കാണൂല. അവർക്ക് സമയമില്ല. ഞാൻ ചോദിക്കുന്നു, ലക്ഷങ്ങളും കോടികളും അതിലപ്പുറവുമൊക്കെ വലിയ വലിയ വരുമാനമുള്ള കോടീശ്വരന്മാര് എവിടെയെങ്കിലും ഇതുപോലത്തെ സദസ്സിൽ വന്നിരുന്ന് അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു വഅദിന്റെ സദസ്സിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? മുത്തുനബിന്റെ സദസ്സിൽ വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു ദിക്ർ ഹൽക്കയിൽ വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതേ, അവരെ ശക്തി കൊണ്ട്, പണം കൊണ്ട്, സ്വാധീനം കൊണ്ട് ഏത് ധിക്കാരവും ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി വരാൻ സാധ്യതയുണ്ട്. എത്ര ആളുകൾ അങ്ങനെ മുതലാളിമാരായിട്ടുണ്ട്. അതിനാൽ ബാദിറൂ ബിൽ അഅ്മാലി സബ്അൻ, അതിന്റെ മുമ്പ് നിങ്ങൾ ചെയ്യണം. അതിന്റെ മുമ്പ് നിങ്ങൾ ദിക്ർ ചൊല്ലണം. അതിന്റെ മുമ്പ് നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കണം. അതിന്റെ മുമ്പ് നിങ്ങൾ അല്ലാഹനെ കേൾക്കണം. അതിന്റെ മുമ്പ് നിങ്ങൾ മുത്തുനബിയെ കേൾക്കണം. അതിന്റെ മുമ്പ് നിങ്ങൾ ഈമാൻ ഉറപ്പിക്കണം. അതിന്റെ മുമ്പ് റബ്ബിനെ പറ്റി നിങ്ങൾ കേൾക്കണം. അതിന്റെ മുമ്പ് റബ്ബിന്റെ ശിക്ഷ നിങ്ങൾ കേൾക്കണം. അതിന്റെ മുമ്പ് ദുനിയാവിന്റെ വില കുറവ്, ഈ ദുനിയാവിന്റെ നിസ്സാരത, അതിന്റെ മുമ്പ് നിങ്ങൾ കേൾക്കണം. എന്നാൽ ഈ സാലിഹായ അമലിന്റെ വെളിച്ചം കൊണ്ട്, അതിന്റെ ബറക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായാൽ തന്നെ നിങ്ങൾ റബ്ബിനെ മറക്കൂല, അഹങ്കാരികളാകൂല, ധിക്കാരികളാകൂല. അങ്ങനത്തെ ആളുകളും അപൂർവമായിട്ടുണ്ടല്ലോ. അതേ സമയത്ത് അതല്ലെങ്കിൽ പിന്നെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഔ ഫഖ്റൻ മുൻസിയാ, എല്ലാം മറപ്പിച്ച് കളയുന്ന ദാരിദ്ര്യമായിരിക്കും. ദാരിദ്ര്യം വന്നാലോ, പെണ്ണുകെട്ടി കല്യാണം കഴിച്ചു മക്കളുണ്ടായി, ഉമ്മയുണ്ട് ഉപ്പയുണ്ട്, ദാരിദ്ര്യ കുടുംബമാണ്. ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്നു. രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു. ആ ജോലി സമയത്ത് നല്ല മതബോധമുള്ള ഒരു മുതലാളിന്റെ മുമ്പിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ തന്നെ ഫർദ് നിസ്കാരത്തിനെ നിങ്ങൾക്ക് സമയമുള്ളൂ. ദിക്റിനും ദുആക്കും നിങ്ങൾക്ക് സമയമില്ല. ഒരു ഹൽക്കക്ക് പോകാനും സമയമില്ല. വഅദ് കേൾക്കാൻ പോകാൻ സമയമില്ല. നല്ല കാര്യങ്ങളെ പറ്റി ചിന്തിക്കാൻ സമയമില്ല. ആരെയും സഹായിക്കാൻ നിങ്ങൾക്ക് സമയമില്ല. എല്ലാം മറപ്പിച്ച് കളയുന്ന ദാരിദ്ര്യമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട മുത്തുമൂമിനീങ്ങളോട് ഖിയാമത്ത് നാളിന്റെ മുൻപ് ഇനി വരാനുള്ളത് ദാരിദ്ര്യം മാത്രമാ. 5 ഘട്ടങ്ങൾ വരുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. വലിയ സാമ്പത്തിക അഭിവൃദ്ധി വരുമെന്ന് പറഞ്ഞിരുന്നു. സമ്പത്ത് ഇങ്ങനെ ഒലിക്കുന്ന രൂപത്തിൽ ഇഷ്ടം പോലെ പണമുണ്ടായിരുന്ന ഒരു കാലം, ഏത് പണവും ഇഷ്ടം പോലെ ചെലവഴിക്കാൻ പറ്റിയിരുന്ന ഒരു കാലം, എവിടെ നോക്കിയാലും പണം കിട്ടിയിരുന്ന ഒരു കാലം. അങ്ങനെ എല്ലാ വീടുകളും വലിയ വീടുകളാക്കി, കല്യാണങ്ങൾ ആർഭാടമാക്കി, എല്ലാവിധ തോന്നിവാസങ്ങളും ചെയ്ത് ഇത് മാറിപ്പോയിട്ടുണ്ട്. ഇന്ന് വലിയ സാമ്പത്തിക മാന്ദ്യമാണ് വരുന്നത്. എനിക്ക് ഖിയാമത്ത് നാളിന്റെ മുമ്പ് ഈ മാന്ദ്യം തീരൂല. കോടിക്കണക്കിന് ഡോളറുകളുടെ നഷ്ടം വരുത്തിയിട്ടുള്ള വലിയ കാട്ടുതീ പടർന്നു പിടിച്ച് കാലിഫോർണിയ കത്തി നശിക്കുകയാ. അമേരിക്ക കടന്ന് വിറക്കുകയാ.
ലോക പോലീസായ അമേരിക്ക ഇന്ന് വിറവിറക്കുകയാ. മക്കളെ, ഇനി പഴയ സാമ്പത്തിക പുരോഗതി വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ദാരിദ്ര്യമേ ഇനി വരാനുള്ളൂ. ഇല്ല, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, നിങ്ങളെ ഉസ്താദിനോട് ചോദിക്ക്, ഹദീസിലില്ലേ, മുത്തുനബി പറഞ്ഞിട്ടില്ലേ, ഒരു കാളയുടെ തലക്ക് വേണ്ടിയിട്ട് പട്ടിണി കൊണ്ട് കഷ്ടപ്പാടുകൊണ്ട് 40-ലധികം ആളുകൾ അതിനു വേണ്ടി തിക്കും തിരക്കും കൂടിയിട്ട് അത് തിന്നാൻ ശ്രമിക്കുന്ന രൂപത്തിൽ ദാരിദ്ര്യം വരുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടില്ലേ? സംഭവിക്കൂലേ? അതുകൊണ്ട് മക്കളെ, നിങ്ങൾക്ക് ദാരിദ്ര്യമായിരിക്കും ഒരുപക്ഷെ വരാനുള്ളത്. ദാരിദ്ര്യം വന്നാലോ ഒന്നും പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. ചെറിയ ചെറിയ പൈതം മക്കള് വീട്ടില് സ്കൂളിലേക്കുള്ള പഠനോപകരണങ്ങൾക്ക് വേണ്ടി, സ്കൂളിൽ ഫീസ് കൊടുക്കുന്നതിന് വേണ്ടി, ബസ്സിനതാ ഫീസ് കൊടുക്കുന്നതിന് വേണ്ടി, കരണ്ട് ബില്ലടക്കുന്നതിന് വേണ്ടി, റേഷനരി വാങ്ങിക്കുന്നതിന് വേണ്ടി, പെൺകുട്ടികളെ കെട്ടിക്കുന്നതിന് വേണ്ടി, ഇങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ ഞെട്ടോട്ടം ഓടുമ്പോ നിങ്ങൾ പള്ളി മറന്നുപോയി, സുന്നത്തുകൾ മറന്നുപോയി, നേർച്ചകൾ മറന്നുപോയി, വഴിപാടുകൾ മറന്നുപോയി. അത്തരം ദാരിദ്ര്യം നിങ്ങൾക്ക് വരുന്നതിന്റെ മുമ്പ് വല്ല സൽക്കർമ്മങ്ങളും ചെയ്തു വെച്ചോ. അതിന്റെ മുമ്പായിട്ട് വല്ല ഹമലുകളും ചെയ്തു വെച്ചോളൂ. ആ സൽക്കർമ്മത്തിന്റെ വെളിച്ചം കൊണ്ട് ദാരിദ്ര്യം നിങ്ങൾക്ക് വന്നാൽ തന്നെ നിങ്ങൾ നശിക്കൂല, നിങ്ങൾ തകരൂല, ഈമാൻ നഷ്ടപ്പെടൂല. അതല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത്, ഓ ചെറുപ്പക്കാരാ, നിനക്ക് നല്ല മസിൽ പവറുണ്ട്, നല്ല ശക്തിയുണ്ട്, എനിക്ക് കൊളസ്ട്രോൾ ഇല്ല, അറ്റാക്ക് ഇല്ല, ഹൃദയത്തിന് കംപ്ലൈന്റ് ഇല്ല, തടിയും മുടിയും നരച്ചിട്ടില്ല, നല്ല ആരോഗ്യവാന്, കാലിന് കംപ്ലൈന്റ് ഇല്ല, മുട്ടിന് കംപ്ലൈന്റ് ഇല്ല, കിഡ്നിക്ക് കംപ്ലൈന്റ് ഇല്ല, രോഗങ്ങളൊന്നുമില്ല, പല്ലൊന്നും പോയിട്ടില്ല, സംസാരത്തിന് കൊഞ്ഞു വന്നിട്ടില്ല, വായോടെയും ചോടിയും ഒട്ടിച്ചുളിഞ്ഞിട്ടില്ല, ഇപ്പോഴും നല്ല ചെറുപ്പക്കാരെ പോലെ ആരോഗ്യവാനാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഔ മറലൻ മുഫ്സിദാ, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ കേടുവരുത്തുന്ന രോഗമായിരിക്കും വരാൻ പോകുന്നത്. ഇന്ന് കംപ്ലൈന്റ് ഇല്ലാത്തോന് നാളെ വരാലോ, ഇന്ന് അറ്റാക്ക് ഇല്ലാത്തോന് നാളെ അറ്റാക്ക് വരാലോ, ഇന്ന് ബ്ലോക്ക് ഇല്ലാത്തോന് നാളെ ബ്ലോക്ക് വരാലോ, ഇന്ന് കൊളസ്ട്രോൾ ഇല്ലാത്തവന് നാളെ വരാലോ. ഇതുകൊണ്ട് മാരകമായ രോഗം നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്കൊന്ന് നിവരാൻ കഴിയില്ല. സൃഷ്ടിച്ച റബ്ബിന് നെറ്റി നിലത്ത് വെച്ചൊരു സുജൂദ് ചെയ്യാൻ കഴിയില്ല. കണ്ണിന് നിങ്ങൾക്ക് കാഴ്ച കിട്ടൂല. ഒരു ഖത്മ് ഖുർആൻ ജീവിതത്തിൽ ഓതി തീർത്തിട്ടില്ല, ഇനി ഓതണമെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. കണ്ണിന് കാഴ്ചയില്ല, ഇനി എങ്ങനെ ഓതി തീർക്കും? ആവുന്ന കാലത്ത് ഓതിയില്ല, ഇപ്പോൾ കാഴ്ചയില്ല, ഓതാൻ പറ്റുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഒരു സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാൻ ഒരു സുജൂദിന് സാധിക്കുന്നില്ല, നിൽക്കാൻ കഴിയുന്നില്ല, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല, ഫർള് തന്നെ കൃത്യമായിട്ട് പറ്റുന്നില്ല. ഇങ്ങനത്തെ രോഗം വരാ. ഈ രോഗം വരുന്നതിന്റെ മുമ്പ് മോനെ എന്തെങ്കിലുമൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചോ. ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. 15, 20, 25, 30, 35 ഒക്കെ നല്ല ആരോഗ്യമുള്ള, സുബ്ഹാനല്ലാഹ്, 19-18 വയസ്സ് പ്രായമുള്ള, 20, 22 വയസ്സ് പ്രായമുള്ള നല്ല നല്ല മുതഅല്ലിമീങ്ങള്, ആരോഗ്യമുള്ള മുതഅല്ലിമീങ്ങള്. അല്ലാഹ്, സുന്നത്ത് നിസ്കാരത്തിൽ കൃത്യതയില്ല, വിത്ർ നിസ്കരിക്കാൻ ടൈം കിട്ടുന്നില്ല, ദുഹാ നിസ്കരിക്കാൻ ടൈം കിട്ടുന്നില്ല, ചെറുപ്പക്കാർക്ക് കഴിയുന്നില്ല. മോനെ,
നിനക്കൊരു രോഗം വന്നാൽ നിന്നെ പോലെ പരാജയപ്പെട്ടവനാരാ? ഇതെല്ലാം ചെറുപ്പത്തിൽ ചെയ്ത് ശീലിച്ചവനാണോ? നിനക്ക് പെട്ടെന്നൊരു സ്ട്രോക്ക് വന്നാൽ, നിനക്ക് എഴുന്നേൽക്കാൻ പറ്റാതെ വന്നാൽ, ഒരു ഭാഗം കുഴഞ്ഞു പോയാൽ, നടക്കാൻ പറ്റാതെ വന്നാൽ, നിനക്കറിയില്ലേ പൊയ്യത്ത് വലി അബ്ദു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ? കേരളത്തിലുണ്ടായിരുന്ന എല്ലാ പണ്ഡിതന്മാരും എല്ലാ സാദാത്തുക്കളും ഈ സമീപത്തുള്ള ആലിമീങ്ങൾക്ക് മുഴുവനും ആ പൊയ്യത്ത് വയലെന്ന് പറഞ്ഞ അബ്ദുവിന് നല്ല പരിചയമായിരുന്നു. വല്ലാത്തൊരു ചെറുപ്പക്കാരനായിരുന്നു. വളരെ ചെറുപ്പത്തിൽ സ്റ്റോക്ക് വന്ന് ദൂരരോഗം പിടിപെട്ട് വർഷങ്ങളോളം കിടന്ന് അടുത്ത് വഫാത്തായിപ്പോയി. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ, സ്വർഗം കൊടുക്കട്ടെ. ആ ചെറുപ്പക്കാരൻ ആ ആരോഗ്യമുള്ള സമയത്ത് സമ്പാദിച്ച സുഹൃത്ത് ബന്ധങ്ങൾ, സമ്പാദിച്ച ആലിമീങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, സാലിഹീങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, എത്ര ആളുകളാ ദുആ ചെയ്തത്, എത്ര ആളുകളാ സന്ദർശിച്ചത്. അതുപോലത്തെ ഒരു ബന്ധമുണ്ടാക്കിയെടുത്തിരുന്നുവെങ്കിൽ നീ എത്ര പതിറ്റാണ്ടുകൾ ജീവിച്ചാലും ചോദിക്കൂ നിന്റെ ഉസ്താദിനോട്. ആരോഗ്യമുള്ള സമയത്ത് ചെയ്യുന്ന അമലുകൾക്കുള്ള പ്രതിഫലം മുഴുവനും രോഗം കൊണ്ട് നിന്നുപോയാൽ റബ്ബ് കൃത്യമായിട്ട് തരൂലേ, പ്രതിഫലം കിട്ടൂലേ. അതേ സമയത്ത് ആരോഗ്യമുള്ള സമയത്ത് കള്ളു കുടിച്ച് പെണ്ണ് പിടിച്ച് തോന്നിവാസങ്ങൾ ചെയ്ത് കൃത്യമായി നിസ്കരിച്ചില്ല, എല്ലാ തോന്നിവാസങ്ങളിലും സജീവമാ, എല്ലാ മുദ്രാവാക്യങ്ങളിലും സജീവമാ, മുട്ടുചുരുട്ടി മുദ്രാവാക്യം വിളിച്ചവനാ, അടിച്ചു പൊളിച്ച് ജീവിച്ചവനാ, മുരിങ്ങാക്കായ പോലെ മുടി വളർത്തിയവനാ, ഇല്ലല്ലാ ഫ്രീക്കനായി ജീവിച്ചവനാ. നിനക്കെങ്ങാനും സ്റ്റോക്ക് വന്നാൽ, നിന്റെ ഭാര്യയെങ്ങാനും നിന്നൊന്ന് താങ്ങിപ്പിടിച്ചാൽ, ഒരാഴ്ചക്കാലം നിന്റെ മക്കളോ, നിന്റെ ബന്ധുക്കളോ, നിന്റെ മാതാപിതാക്കളോ, നിന്റെ ചേട്ടാനുജന്മാരോ നിന്നെ ഒന്ന് താങ്ങേണ്ടി വന്നാൽ, നീ ഉദ്ദേശിച്ചത് പോലെയാവാതിരുന്നാൽ, നിനക്ക് ദേഷ്യം വന്നാൽ, അവര് മുഴുവനും പറയൂലേ ഇതൊന്ന് മരിച്ചു കിട്ടിയെങ്കിൽ ഇതിനെ കൊണ്ടൊരു ഉപകാരമില്ലല്ലോ. നീയും ഓർത്തുപോകും, എന്നെ ആർക്കും വേണ്ട, ഭാര്യക്ക് വേണ്ട, പിഞ്ചുമക്കൾക്ക് വേണ്ട, ചേട്ടാനുജന്മാർക്ക് വേണ്ട, കുടുംബത്തിന് വേണ്ട, ഒന്ന് മരിച്ചെങ്കിൽ എന്ന് നീയും ചിന്തിക്കും. മരിച്ചിട്ട് എന്ത് ഒലക്കയാടാ, എന്താടാ സമ്പാദിച്ചത്? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ആരോഗ്യം നഷ്ടപ്പെടുന്ന രോഗം വരുന്നതിന്റെ മുമ്പ് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് വെക്കണ്ടേ? റസൂലുള്ളാഹ്. ആരോഗ്യം ഔ മറദൻ മുഫ്സിദ